പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തുണ്ട് വിശേഷം? ദൈവം സുഖമായിരിക്കുന്നു. ദൈവം നടത്തുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ പന്തളത്ത് നിന്ന്. പന്തളത്ത് നിന്ന്. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പരിചയപ്പെടുത്തിയാട്ട്. എൻ്റെ വീട്ടിലെ ഞാനും ഹസ്ബൻഡും എനിക്ക് 2 മക്കളും ഒരു കൊച്ചുമോളും. മക്കൾ 2 കുടുംബസ്ഥരാണ്. അവര് ഞങ്ങൾ 2 തന്നെ ഉള്ളു ഇപ്പൊ കേരളത്തില്. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി പ്രിയ സിസ്റ്ററെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പിതാവേ. അങ്ങ് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളും വഴികളും എത്ര വലുതാണ് കർത്താവേ. സ്തോത്രം. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുതല ഒക്കെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്നതിനാൽ നന്ദി കർത്താവേ. ദാസിയെ ബലപ്പെടുത്തണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ ഇത് സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരണം കർത്താവേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാൻ ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചാട്ട്. അല്പസമയം ഞങ്ങളുടെ ബാധപ്പെടുത്തിയിരിക്കട്ടെ. ഞങ്ങളുടെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ സിസ്റ്റർ, ഇനിയുള്ള സമയം ഞാൻ സിസ്റ്റർ നൽകി തരികയാണ്. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നെ ഈ ജോയ്സ് ടി വിയിലൂടെ എൻ്റെ സാക്ഷ്യം പറയുവാൻ തന്ന അവസരം തന്ന റേച്ചൽ സഹോദരിയും കുടുംബത്തിനായും കേൾവിക്കാർക്കായും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നന്ദിയും കരയറ്റുന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഓർത്തഡോക്സ് കുടുംബം എന്ന് പറഞ്ഞാലും വളരെ ഭക്തിയോടെ തന്നെ ഞങ്ങളെ വളർത്തിയത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 3 മൂത്ത ബ്രദേഴ്സ്, അത് കഴിഞ്ഞ് 4ാമത് ഞാൻ, എൻ്റെ 2 സഹോദരികള്. ഞങ്ങളുടെ ഫാദർ വന്നിട്ട് ഞങ്ങളെ അവരറിഞ്ഞ ആ സത്യത്തിൽ ഓർത്തഡോക്സ് ഇതിലാണേലും ആ ഭയത്തോടും ഭക്തിയോടും ഞങ്ങളെ വളർത്തി. പ്രത്യേകമായിട്ട് വന്ന പ്രാർത്ഥനാ ജീവിതം ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് ഞങ്ങള് പഠിക്കുവാൻ ഇടയായത്. കാരണം എൻ്റെ മാതാവ് രാത്രിയുടെ യാമത്തിലൊക്കെയും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ഏത് സമയത്ത് നമ്മൾ ഉണർന്നാലും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാണാം റൂമിനകത്ത് കണ്ണീരൊഴുക്കി. ഞാൻ കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം എൻ്റെ അനിയത്തിമാര് പോയി ഒളിഞ്ഞു നോക്കി, ഇത് എന്തിനാ ഈ അമ്മ എപ്പോഴും കരയുന്നതെന്നും പറഞ്ഞു. അത്രമാത്രം ഭയത്തോടും ഭക്തിയോടും വളർന്ന ഒരു കുടുംബമാണ്. എൻ്റെ പിതാവാണേലും ഞങ്ങൾക്ക് ഒത്തിരി മാതൃക ഞങ്ങളുടെ പിതാവിൽ നിന്ന് പഠിക്കുവാനുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു നിശ്ചിത സമയം ഉണ്ടായിരുന്നു. സന്ധ്യക്കാണേലും വെളുപ്പിനെ 5 മണിക്ക് ഞങ്ങൾ കൊച്ചു പിള്ളേരായിരിക്കുമ്പോഴും എല്ലാവരും എണീറ്റില്ലെങ്കിൽ ഞങ്ങളുടെ ഫാദർ വെള്ളം ഒഴിക്കുകയും പിച്ചിയൊക്കെ ഞങ്ങളെ ഉണർത്തി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ സൺഡേയിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, രാവിലെ കുളിച്ച് പള്ളിയിൽ പോയിക്കോണം. അതാണ് അവിടുത്തെ ഒരു ഇത്. അന്ന് വെച്ചാൽ ഞങ്ങളുടെ സഭ വന്നിട്ട്, ഞങ്ങളുടെ ചർച്ച് വന്നിട്ട് ഞങ്ങളുടെ വീടോടടുത്ത് 2 വീടിനപ്പുറത്താണ്. വിശേഷമായിട്ട് ഈ അച്ഛന്മാര് തിരുമേനിമാരെല്ലാം വരുമ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ക്ലോസ് ആയിട്ട് ചർച്ചുമായിട്ട് അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ ചെറിയ പ്രായത്തിൽ തൊട്ട് സൺഡേ സ്കൂൾ ആണേലും ബാലിക സമാജം, അത് കഴിഞ്ഞ് സൺഡേ സ്കൂൾ പഠിപ്പിക്കാന് സ്ത്രീ സമാജം, ഇതിനൊക്കെ ഞങ്ങള് വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിച്ചു. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാന് വിദ്യാഭ്യാസം എൻ്റെ വീട് വന്നിട്ട് ചെങ്ങന്നൂര് ഇടവങ്കാടെന്ന് പറയും, അവിടെയാണ്. അവിടെ ഞാൻ വിദ്യാഭ്യാസം വാങ്ങി. എനിക്ക് ഓർമ്മയായ സമയത്ത് ഞാൻ ഒരു 2 ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഈ അന്നത്തെ ചെറിയ ക്ലാസ്സുകാർ 1 മണി കിലുക്കുമ്പം വെളിയിൽ പോകാം, അത് കഴിഞ്ഞ് വീണ്ടും 1 മണി കിലുക്കുമ്പോൾ വീട്ടിൽ പോകാം. ഈ ആദ്യത്തെ മണി ഞാൻ അറിയാതെ ഞാൻ വീട്ടിലോട്ട് ഇനി പോകും. എനിക്ക് വഴി അറിയില്ല, ഞാൻ കൊച്ചുകുട്ടിയാണ്. ബസ് പോകുന്ന റോഡിൽ കൂടാണ് ഞാൻ വരുന്നത് കരഞ്ഞുകൊണ്ട്. അപ്പൊ എൻ്റെ ഫാദറിനെ അവിടെ മിക്കവാറും എല്ലാവർക്കും കുറച്ച് ദൂരമുണ്ട്, നല്ലൊരു ദൂരമുണ്ട്. അപ്പൊ ഞാൻ കരഞ്ഞോണ്ട് വരുന്ന ഒരു കടയിലുള്ള ഒരു അങ്കിള് ചോദിച്ചു, എന്താ നമ്മള് കരയുന്നത്? എനിക്ക് വീട്ടിൽ പോകാൻ വഴി അറിയത്തില്ലെന്ന്. ഇതിനിടയിൽ എന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലേഷനിൽ പെട്ടതാണ്. പുള്ളിക്കാരി ക്ലാസ് വരുമ്പോ എന്നെ കാണാനില്ല.
അപ്പൊ പുള്ളിക്കാരി ഓടിച്ചെന്ന് എന്റെ ബ്രദർ അവിടെ ഉണ്ട്, ബ്രദറിനോട് പറഞ്ഞു ഇതുപോലെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞു. എന്റെ ബ്രദർ കുറുക്ക് വഴി കയറി വീട്ടിൽ ചെന്ന് എന്റെ ഫാദറിനോട് പറഞ്ഞു ഇതുപോലെ കാണാനില്ല. ഫാദർ ഉടനെ അവിടുന്ന് സ്കൂളിൽ വന്നിട്ട് ഹെഡ് മാസ്റ്റർ ഇവരെല്ലാം കൂടെ തിരയുക. അങ്ങനെ ഞാൻ കരഞ്ഞു വിളിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പം അന്ന് ഈ ഫോണൊന്നും അത്രയും സൗകര്യമുള്ള സമയമല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന അവിടെ നിന്ന് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു ഇതുപോലെ ഞാൻ. അങ്ങനെ അവിടെയൊക്കെയും ദൈവം വചനത്തിൽ പറയുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മളെ കണ്ടുകൊണ്ട് ഒരവത്തും കൂടാതെ ദൈവം അവിടെയൊക്കെയും ഞങ്ങളെ സൂക്ഷിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അപ്പൊ ഞങ്ങൾ ഈ വളരെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ആമ്പിള്ളാരോട് മിണ്ടരുത്, ഒരു ഇത് വീട്ടിൽ ഞങ്ങളെ വിടത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ ആയിരിക്കും എൻ്റെ സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജിൽ പോകത്തില്ലെന്ന് പറഞ്ഞു, കാരണം ആമ്പിള്ളാരുള്ളത് കൊണ്ട്. അന്ന് അക്കൗണ്ടൻസിക്ക് വേണ്ടി ചേർത്ത്, അവിടെ ആമ്പിള്ളാരുണ്ട്, പോകത്തില്ല. അപ്പൊ എന്റെ ഫാദർ ചോദിച്ചു നിനക്ക് എന്താ പഠിക്കേണ്ടത്, ഞാൻ ലാബ് ടെക്നീഷ്യന് വിടാൻ പറഞ്ഞു. ലാബ് ടെക്നീഷ്യൻ എൻ്റെ ഒരു അങ്കിളിന്റെ ആയിരുന്നു, അത് മാവേലിക്കര ഒരു ഇതുണ്ടായിരുന്നത്. അവിടെ ഒരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, കാരണം ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ബൈബിൾ ഇച്ചിരി ഷെയർ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പരിമല ഹോസ്പിറ്റലിൽ കുറെ നാള് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എൻ്റെ ആങ്ങള ഡൽഹിയിലുണ്ട്, ആങ്ങളെ ഫാമിലി ആയിട്ട്. അപ്പൊ ജോലിക്ക് പോകാമെന്ന് കണ്ട് ഡൽഹിക്ക് പോയി. 1978 ഞാൻ ഡൽഹിക്ക് പോയത്. ഡൽഹിക്ക് ചെന്ന് കഴിഞ്ഞപ്പം ലാംഗ്വേജ് അറിയത്തില്ല. നമ്മുടെ നാട്ടിൽ പഠിച്ച നമുക്ക് എത്ര ഇംഗ്ലീഷ് അവിടെ പറയാൻ പറ്റും. അപ്പൊ എൻ്റെ ആങ്ങള പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന, ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ നീ ടൈപ്പിംഗ് ഷോർട്ടാനും കൂടെ പഠിക്കാൻ പോകുന്നു പറഞ്ഞു. ശരി, ഞാനെന്നാൽ ടൈപ്പിംഗ് ഷോർട്ടാനും പഠിക്കാൻ പോയിരിക്കുന്ന സമയത്ത് സിസ്റ്ററെ, ദൈവത്തിന്റെ വലിയ കരം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു നാളും മറുപടി കിട്ടാത്തതല്ല. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ. എനിക്ക് അർഹതയില്ലാത്ത ജോലി എന്ന് പറഞ്ഞാൽ ശരിക്കും അർഹതയില്ലാത്ത 1 മാസത്തെ ലീവ് വേക്കൻസി അമേരിക്കയുടെ ഒരു കമ്പനിയുടെ എനിക്ക് ഒരു സഹോദരി വന്ന് പറഞ്ഞ ഒരു വേക്കൻസി ഉണ്ട് 1 മാസത്തേക്ക്. ഞാൻ ശരി എൻ്റെ ആങ്ങളെ പറഞ്ഞത് അവിടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തു. ദൈവത്തിന്റെ കൃപയാലെ ഏകദേശം 20 വർഷത്തോളം ഞാൻ ആ കമ്പനി ജോലി ചെയ്യുവാൻ എന്നെ സഹായിച്ചു. പല പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാക്കി, അവിടെയൊക്കെയും ദൈവം എന്നോട് കൂടെ ഇരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1987 ആയപ്പം എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ വരുന്നു. അതിനിടയില് ഞാൻ 1980 ഞാൻ ജോലിക്ക് വരുന്നത്. 81 ആയപ്പോ എനിക്ക് കല്യാണാലോചനകൾ വന്നു. അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ ആലോചന അന്നേരം വന്നത്, പുള്ളി എയർഫോഴ്സുകാരനാ. അപ്പൊ ആലോചന വന്നപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, പട്ടാളക്കാർ കള്ളു കുടിക്കും, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ റിഫ്യൂസ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ പല ആലോചനകൾ വന്നിട്ട് ഒന്നും നടന്നില്ല. ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നതല്ലേ നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ പ്രപ്പോസൽ വന്നു. അപ്പൊ എനിക്ക് ജോലി പെർമനന്റ് ആയി. അപ്പൊ ശരി, കല്യാണത്തിന് സമ്മതിച്ചു. അപ്പൊ പുള്ളി ബോംബെയിലാണ്. അപ്പൊ ബോംബെയിലായിരിക്കുന്ന ഉടനെ പുള്ളി, ഞാൻ ഡൽഹിയിൽ. അങ്ങനെ ഞാൻ ജോലി ചെയ്തു, ഞങ്ങളെ ഇത് ചെയ്തു. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് പുള്ളി അവിടുന്ന് ആരെയും അറിയുന്നവരോട് പറഞ്ഞിട്ട് ഡൽഹിക്കല്ല, ഫരീദാബാദിന് ട്രാൻസ്ഫർ വന്നു. ഫരീദാബാദിന് ട്രാൻസ്ഫർ വന്നപ്പോഴേക്ക് എനിക്ക് 82 ഞങ്ങളുടെ കല്യാണം, 83 എനിക്കൊരു മോള് ജനിച്ചു. അത് ഞാൻ ലീവ് ഡൽഹിയിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് ഞാൻ നേരത്തെ ലീവ് എടുത്ത്, ഞങ്ങൾക്ക് 60 ദിവസമേ ലീവ് ഉള്ളൂ. പക്ഷെ 93 മാസം ലീവ് ഉണ്ട്. ഞാൻ നേരത്തെ ലീവ് എടുത്ത് ലീവിന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല. എൻ്റെ ഡേറ്റും കഴിഞ്ഞാണ് മോളെ ഡെലിവറി ആയെന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്താണെങ്കിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യും. പക്ഷെ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ജോയിസ് മാമൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറായിരുന്നു. പുള്ളി ഒരു വിശ്വാസിയായിരുന്നു. പുള്ളി വെയിറ്റ് ചെയ്ത് എനിക്ക് ഉള്ളിൽ ഫോഴ്സ് ഓഫ് ആണ്, എന്നാലും ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് ആ കുഞ്ഞിനെ കിട്ടി. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് 35 ദിവസമായപ്പോൾ എൻ്റെ ലീവ് തീർന്നു. ഞാൻ ഡൽഹിക്ക് കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഡൽഹിക്ക് ഞാൻ യാത്ര ചെയ്തു. 35ാമത്തെ ദിവസം 3 ദിവസത്തെ യാത്ര. അവിടെയൊക്കെയും ദൈവത്തിന്റെ ഒരു വലിയ കരം എന്നോട് കൂടെ ഇരുന്ന് ഞാൻ ഡൽഹി ചെന്ന് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു കുഞ്ഞിനെ നോക്കാൻ ഒരു ആളെ കിട്ടി. എന്നാലും കൊച്ചു കുഞ്ഞിനെ ഇട്ടിട്ട് പോയി നമ്മൾ ജോലിക്ക് പോയിട്ട് വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും അതൊക്കെയും സഹിച്ച് ദൈവം അത്ഭുതമായിട്ട് അവിടെയൊക്കെ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇത് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജോയിച്ചാന് എന്റെ ഹസ്ബൻഡിന് വന്നിട്ട് 90 അല്ല 85 ഒക്കെ ആയപ്പോഴേക്ക് എന്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടി ഫരീദാബാദിൽ ട്രാൻസ്ഫർ കിട്ടി. ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ മാറിക്കഴിയുമ്പോൾ ഞാൻ ഡൽഹി വന്ന് ജോലി ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ ഡൽഹി വന്ന് ജോലി ചെയ്യാം. അങ്ങനെ ഇരിക്കും വീണ്ടും ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്കൊരു മോളൂടെ ഉണ്ടായി. അതിന് ഞാൻ എന്ത് ചെയ്യുന്ന, ലാസ്റ്റ് മൊമെന്റ് ലീവിന് പോകാൻ നിങ്ങളുടെ, കഴിഞ്ഞ പ്രാവശ്യം ലീവ് വേസ്റ്റ് ചെയ്തുകൊണ്ട് പോകണ്ടാന്ന് നിങ്ങളുടെ. എന്നിട്ട് ഞാൻ അന്നേരം എന്നോടൊരു തമിഴ് ഡോക്ടറായിരുന്നു എന്നെ നോക്കി. ഡോക്ടർ റിസ്ക് ആണേന്ന് പറഞ്ഞു.
യാത്ര ചെയ്തു. ഓരോ ദിവസം കഴിയുന്നോളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് രാത്രി എനിക്ക് ലേബർ പെയിൻ. വീട്ടിൽ ചെന്നു, ലേബർ പെയിൻ തുടങ്ങി. അപ്പൊ ദൈവത്തിന്റെ വലിയൊരു കരം എന്നോട് കൂടെ ഇരുന്നു. അല്ലെങ്കിൽ കാരണം ട്രെയിനിൽ വെച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം അത്ഭുതമായി നടത്തി. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇത് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ രണ്ടാമത് എനിക്കൊരു പെൺകുഞ്ഞിനെ കിട്ടി. അപ്പൊ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞുമായിട്ട് ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ജോലിക്കൊരു കുഞ്ഞിനെ നോക്കാൻ ഒരു സഹോദരിയെ കിട്ടി. പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആ ദിവസം ആ സഹോദരിക്ക് ഒരു പൈശാചി എന്തോ ഒരു പോരാട്ടം, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു. എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും മോളെ, കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് പോകും, ഞാൻ നോക്കാം. അങ്ങനെ ആ 3 മാസമുള്ള കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഞാൻ ഡൽഹിക്ക് പോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും പോയി കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു എനിക്കിത് ചെയ്ത്. അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ദൈവം എല്ലാത്തിലും അനുകൂലമായിരുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 86 എൻ്റെ ഇളയ മോള് ജനിക്കുന്നത്. 87 ആയ ഉടനെ എനിക്കുണ്ട് വീണ്ടും ട്രാൻസ്ഫർ മദ്രാസിന്. ഹസ്ബൻഡ് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഡൽഹിയിലോട്ട് വന്നത്. അപ്പൊ എനിക്കുണ്ട് ട്രാൻസ്ഫർ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങള് എൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങൾ വന്നു. പക്ഷെ മദ്രാസിൽ വന്നു കഴിഞ്ഞപ്പോ പക്ഷെ മദ്രാസിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ ആളെ കിട്ടും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ഒരു റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ അടുത്ത് വീടെടുത്ത് അങ്ങനെ ഞാൻ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഞാൻ എൻ്റെ ഓഫീസിൽ പോകാൻ. മദ്രാസ് താമ്പരത്തുനിന്ന് ഇത് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പല പ്രാവശ്യം എൻ്റെ സിസ്റ്ററെ മരണത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ ഇലക്ട്രിക് ട്രെയിനിൽ നമ്മൾ കയറാം, ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയതുകൊണ്ട് ട്രെയിൻ കിടക്കുന്നേ കാണുമ്പോൾ നമ്മൾ രാവിലെ ധൃതി പിടിച്ചു പോകുമ്പോൾ ഓടിച്ചെന്ന് ട്രെയിനിൽ കയറും. ഒരു പ്രാവശ്യം ഞാൻ കയറിയപ്പോഴേക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ദൈവം അവിടെ എന്നെ സൂക്ഷിച്ചു. ഇനി ഒരിക്കലും കയറത്തില്ലെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്കിത് സംഭവിച്ചു. അതിൽ നിന്നൊക്കെയും ദൈവം അത്ഭുതമായിട്ട് നമ്മളെ താങ്ങി നടത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ മദ്രാസിൽ തന്നെ ഞാൻ ഇത് ചെയ്യുന്ന ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ അടുത്ത. അപ്പൊ നടന്ന് ദൂരം വരണ്ടെന്ന് പറഞ്ഞാൽ റെയിൽവേ ക്രോസ് ചെയ്ത് ഞങ്ങൾ പോകാറുണ്ട്. അപ്പൊ 2 സ്റ്റേഷൻ അപ്പുറത്തു നിന്ന് ട്രെയിൻ സ്റ്റാർട്ട്. അപ്പൊ ഈ 2 സ്റ്റേഷൻ കഴിയുമ്പോഴേക്കും സ്പീഡ് കൂടുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പോയ ഉടനെ ഉണ്ട് ആരോ എന്നെ ഒരു തള്ളി പുറകോട്ട് വിടുന്ന മാതിരി എനിക്ക് തോന്നി. ഞാൻ പുറകോട്ട് പോയതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ട്രെയിൻ ഭയങ്കര സ്പീഡില് പോകുന്നു. ദൈവം എത്ര അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയും ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 90 ആയപ്പോ എൻ്റെ ഹസ്ബൻഡ് മദ്രാസിന് ചോയ്സ് ട്രാൻസ്ഫർ മേടിച്ചു വന്നു. കാരണം അവസാന ട്രാൻസ്ഫർ അവർക്ക് ചോയ്സ് കിട്ടും, അവർ ചോയ്സ് ട്രാൻസ്ഫർ മേടിച്ചു വന്നു കഴിഞ്ഞിട്ട് അവിടെ ഏകദേശം 3 വർഷം ഞങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബമായിട്ട് താമസിച്ച് കുഞ്ഞുങ്ങളെ KV സ്കൂളിലൊക്കെയും വിട്ട് എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടും, തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾ തന്നെ സൈക്കിളിൽ പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അവിടെ ദൈവത്തിന്റെ ഒരു അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വളർന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ പോകും, ജോലിക്ക് ആളുണ്ടെങ്കിലും അവര് ഈ ഹസ്ബൻഡ് കൂടെ വന്നു കഴിഞ്ഞപ്പം കാരണം ഒരാളുള്ളത് കൊണ്ട് ഞങ്ങള് സെർവന്റിനെ പാർട്ട് ടൈം ആയിട്ട് വെച്ചു. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ വീട് കൂട്ടി പോവുക, അങ്ങനെയൊക്കെ വളരെ ഇതായിട്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോ എന്റെ വലിയ മോളെ ഒരു പ്രാവശ്യം അവൾക്കൊരു ഇടയ്ക്ക് വീസിങ് മാതിരി ഉണ്ടായി. അപ്പൊ ഒരു പ്രാവശ്യം അവള് കേരളത്തിൽ വന്ന ഉടനെ അവൾക്ക് ഭയങ്കര ശ്വാസം മുട്ടല്. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന അവൾക്കും അറിയാം, അവളും പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന. അങ്ങനെ ഇപ്പൊ ഒരു ദിവസം കണ്ണീരോട് അവളിരുന്ന് പ്രാർത്ഥന, മമ്മി എനിക്ക് സുഖമായി എന്നും പറഞ്ഞു. പിന്നെ ദൈവത്തിന്റെ കൃപയാൽ ഇന്നയോളം ആ അസുഖം അവൾക്ക് വന്നിട്ടില്ല. അതേപോലെ ചർച്ചിൽ പോകുമ്പോൾ ഈ കുന്തിരിക്കത്തിന്റെ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ല, അവൾ പെട്ടെന്ന് മയങ്ങി വീഴുമായിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ പല ഇതുകൾ വന്നാലും ദൈവം അവിടെ എല്ലാം കാത്തു സൂക്ഷിച്ച് ഞങ്ങളെ 93 ആയപ്പോ എന്റെ ഹസ്ബൻഡ് റിട്ടയർമെന്റ് VRS എടുത്തു. അവരുടെ 21 വർഷം കഴിഞ്ഞിട്ട് സർവീസിൽ നിന്ന് വിട്ടു. അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് ആ സമയത്ത് ഞങ്ങൾ കേരളത്തിൽ ഒരു വീട് ചെയ്യാൻ, ഈ പന്തളത്തെ ഈ വീട് ചെയ്യാനുള്ള ഇതായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഇറങ്ങി നിൽക്കുമ്പോൾ ചെയ്യിക്കാമല്ലോ എന്നും കണ്ട് ഇവിടെ വന്ന് ആ കിട്ടിയ പൈസയും ഞങ്ങളുടെ ഉണ്ടായിരുന്ന സേവിങ്ങും എല്ലാം ഈ വീടിന് വേണ്ടി കുറെയൊക്കെ ചെലവാക്കി. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 94 കഴിഞ്ഞപ്പോ പുള്ളി മസ്കറ്റിൽ ഒരു ജോലിക്ക് പോയി. വലിയ നല്ല ജോലി ഒന്നും അല്ലെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ലാത്ത ഒരു ജോലിയായിരുന്നു. നമുക്കൊരു അത്യാവശ്യത്തിനുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ 97 അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങള് ഈ വീടിന്റെ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇടയ്ക്ക് ലീവിന് വന്നിട്ട് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, പുള്ളി ഏൽപ്പിച്ച് പോയി കുറേശ്ശെ പണിയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഉടനെ എനിക്ക് 97 ആയപ്പോ എനിക്ക് ട്രാൻസ്ഫർ വരുന്നു ഹൈദരാബാദിന്.
അപ്പൊ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓരോ സ്റ്റേറ്റ് മാറി സ്റ്റേറ്റിലോട്ട് പോകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ VRS എടുത്തു. VRS എടുത്തു കഴിഞ്ഞ് ഞാൻ 97 തൊണ്ണൂറ്റി ഇതില് 7 ജൂലൈയിൽ എന്റെ ജോലി ഉണ്ടായിരുന്നു. ജൂലൈയിൽ ഞാൻ VRS എടുത്തു കഴിഞ്ഞപ്പോൾ 97 ഓ- ഓഗസ്റ്റ് ആയപ്പം എന്നെ ഒരു സഹോദരി ഒന്ന് വിളിച്ചു, നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ഇവിടെ, വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തൊട്ടേ വെള്ളിയാഴ്ച ഉപവാസമൊക്കെ എടുക്കും. അപ്പൊ ഉപവാസം എടുക്കുമ്പം അന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഉച്ചവരെ ഭക്ഷണം കഴിക്കത്തില്ല, ഇച്ചിരി നേരം ഒന്ന് ബൈബിൾ വായിക്കുക. അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അത് പിന്നെ പറയാം, കാരണം എന്റെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള വ്യത്യാസം അത്. അങ്ങനെ ആയി ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സഹോദരി വന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. നമ്മൾ വരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഒരു വ്യാഴാഴ്ച എന്നെ കൂട്ടി ഒരു സഹോദരിയുടെ അടുത്ത് പോയി. അവിടെ പോയപ്പോൾ പെന്തിക്കോസ്തുകാരുടെ പ്രാർത്ഥന എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ആഴ്ചയും പോകാൻ തുടങ്ങി. അങ്ങനെയായി ആ വർഷം അവസാനമായപ്പോഴും, ഒക്ടോബർ അവസാനമായപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചു 97-ല്. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാന് അപ്പൊ അഭിഷേകം പ്രാപിച്ചപ്പോൾ നമുക്കൊരു തീഷ്ണതയില്ലയോ, ഇത് എന്ത് ഇതിന് പ്രാർത്ഥനയ്ക്ക് പോകാനും ഒക്കെ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടില് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ഹിന്ദു ആയിരുന്നു. അവളുടെ ഹസ്ബൻഡ് എയർഫോഴ്സ് റിട്ടയർഡ്. അവള് കള്ളു കുടിക്കും, ജോലിക്കൊന്നും പോകത്തില്ല, ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടീ ഞാൻ ഉപവാസ പ്രാർത്ഥന എടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ നമുക്കൊരു 5 ആഴ്ച പുള്ളിക്ക് വേണ്ടി ഉപവാസം എടുക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. സിസ്റ്ററെ, ഞങ്ങള് ഒരു 3 സഹോദരികൾ ഒന്നിച്ചിരുന്ന് ഉപവാസം എടുത്തു. നാലാമത്തെ ആഴ്ചയായപ്പം ആ പുള്ളിക്കാരൻ, ആരും അറിയാത്ത ഒരു മനുഷ്യൻ വന്ന്, രാംകോയിൽ ഒരു ജോലി ഉണ്ടെന്ന്. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞു, ചേട്ടാ പോണേ ജോലിക്കെന്ന് പറഞ്ഞു. വല്ലവരും വന്ന് പറഞ്ഞു, അറിയാത്തവർ വന്നു പറഞ്ഞാൽ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചു. പുള്ളി ഇച്ചിരി മടിച്ചെന്നാലും പോയി. അങ്ങനെ ആ സഹോദരി പിന്നെ അനേകം എടുത്ത പ്രാർത്ഥന. പക്ഷെ അവര് ഭയങ്കര ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടുള്ള ഹിന്ദുക്കളായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി കുറെ കാലം കഴിഞ്ഞ്. അങ്ങനെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു വീട്ടില്. കാരണം അനേക സഹോദരങ്ങൾ, കാരണം ഓർത്തഡോക്സിൽ നിന്നാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ, എയർഫോഴ്സ് സ്റ്റേഷന്റെ അടുത്താണ്. അപ്പൊ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ ഒത്തിരി സഹോദരങ്ങൾ വരും. ഓർത്തഡോക്സുകാർ കാണും, മർത്തോമാക്കാർ കാണും, CSIക്കാർ കാണും, ബന്ധുക്കോസുകാർ കാണും, എല്ലാവരും കൂടെ ഉള്ള ഹിന്ദുക്കളും വരും. അങ്ങനെ ഈ പ്രാർത്ഥന അങ്ങനെ തുടങ്ങി. ഞങ്ങൾ ആദ്യം ലേഡീസ് തന്നെ മെസ്സേജ് ഒക്കെ കൊടുത്തു വരുന്ന ആൾക്കാർ കൂടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, വെളിയിൽ നിന്ന് പാസ്റ്റർമാരെ വിളിച്ച് മെസ്സേജ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലൊരു പ്രാർത്ഥന ഇവിടെ നടക്കുന്നതാണ്. അതായത് എന്നോട് എഴുതിയ റിപ്ലൈ, കത്തോലിക്കർക്കും ജാക്കോബക്കാർക്കും എതിരായിട്ട് ഒരു പ്രയറും അവിടെ നടത്തരുതെന്ന്. നമ്മൾ ഒത്തിരി കഷ്ടത്തിലിരിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, വേണ്ടായെങ്കിൽ അടുത്ത ലെറ്ററിൽ ഇനി എഴുതണേന്ന് പറഞ്ഞു. അതിന് മറുപടി ഒന്നും വന്നില്ല. അങ്ങനെ എൻ്റെ സിസ്റ്ററെ ഞങ്ങൾ ഇരുന്ന്, അപ്പൊ ഈ സമയത്ത് ഞാൻ 99-ല് ഞാനിങ്ങനെ ഈ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ട് 99-ലായപ്പോ ഞാൻ പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ചാടി എണീറ്റ്. അന്നേരം ഈ പുസ്തകം ഏത്, രൂത്ത് എവിടാ, യോബ് എവിടാന്നൊക്കെ നമുക്ക് തേടി പിടിച്ചല്ലേ അറിയത്തുള്ളൂ. രൂത്തിന്റെ പുസ്തകം 3-10-11. ഞാൻ ചാടി എണീറ്റ് ഇവിടെ രൂത്ത് തേടി തേടി നടക്കുക. അങ്ങനെ ആ സ്വപ്നത്തിൽ ദൈവം എന്നെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററെ അനേകർ പ്രാർത്ഥനയ്ക്ക് കടന്നു, അനേകർക്ക് വിടുതൽ കൊടുത്തു. എന്നാൽ ഒരു സഹോദരി, തമിഴ് സഹോദരി, ഇതുപോലെ അവിടെ കൂടുതൽ എയർഫോഴ്സ് സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ താമസിച്ചു. പുള്ളിയുടെ ഹസ്ബൻഡ് ഇതുപോലെ ജോലി ഇല്ലാതെ നിന്ന് പ്രയറിന് വന്ന് പുള്ളിക്ക് നല്ല ബാങ്ക് ജോലി കിട്ടുകയൊക്കെ ചെയ്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ ഒരു കത്തോലിക്കയിലെ ഒരു ഫാമിലി വീട്ടിൽ വരുവായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഈ പ്രയറിന് പോയ അവിടുത്തെ ആന്റിയും കൂടെ, ഞങ്ങൾ രണ്ടും കൂടെ അനേകം എടുത്തു പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഈ സഹോദരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ്, കത്തോലിക്കയിലെ ഭയങ്കര ഭക്തിയുള്ള ഒരു ആന്റി ആയിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും ദൈവം ഒരു ദർശനം കാണിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, അങ്കിളിന് അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇനി പോരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആ അങ്കിളിന് അടുത്ത ആഴ്ച ജോലി കിട്ടുകയും ചെയ്തു. ഈ കുടുംബമായിട്ട് പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. കത്തോലിക്ക ഫാമിലി എന്നൊക്കെ വരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു കുടുംബമായിട്ട് വന്ന് അവർ കുടുംബമായി രക്ഷിക്കപ്പെട്ട, ഇന്ന് എനിക്ക് തോന്നുന്നു അവർ മൈസൂറില്, ദൈവത്തിന്റെ പേര്, അങ്കിള് മരിച്ചുപോയി, ആന്റിയും മക്കളും ഒക്കെ അവിടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അങ്ങനെ അനേകർ കടന്നു വന്നു. അതുപോലെ തന്നെ ഈ പ്രയർ അങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം അവിടെ ഇതായിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം ആർക്ക് പ്രയറിന് മുമ്പ് സംസാരിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം, കാരണം നമ്മൾ ഡൈവേർട്ട് ആയി പോകുന്ന വിഷയങ്ങളൊന്നും ഇല്ലാതെ 10 മണിക്കാണ് പ്രാർത്ഥന. 9:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും എല്ലാവരും വരുന്നത്. പാസ്റ്റർമാർ 10 മണിയായിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ, ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാര് ഹിന്ദുക്കളുണ്ട്, അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട്, കാരണം തൊട്ടടുത്തുള്ള ഒരു സഹോദരങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് അന്നേരം അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് എന്തോ എരിയുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആയിട്ട് അവര് പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് ഞാൻ ഓടിക്കുമെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ദൈവം ആരും ഓടിക്കാതെ ദുഷ്ടനെ ഓടിപ്പോന്ന് പറയുന്ന വചനം പോലെ
അവര് കുറെ ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ കിടക്കാൻ മേലെന്നു അടുത്ത വീട്ടിൽ പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് അവരാ വീട് ഇട്ടിട്ട് പോയി. മന്ത്രവാദം ചെയ്യുമായിരുന്നു. അതെന്റെ കണ്ണിന് കാണുന്നതാ അവര് മന്ത്രം ചെയ്യുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം നിർത്തി വെച്ചിട്ട് അവര് വന്നു. അവര് പിന്നെ അവിടെ നല്ലൊരു വീടൊക്കെ വെച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാ, ഈ മന്ത്രവാദികൾ രക്ഷിക്കപ്പെടുന്ന കാസറ്റ് എന്റെക്കണം. അന്നൊക്കെ കാസറ്റ് അല്ലയോ, അതിങ്ങനെ കാരണം ഭിത്തിക്കടുത്തല്ലേ ഈ വീടുകള്. അപ്പൊ ജനലിന്റെ അവിടെ പോയിരുന്നു ഞാൻ ഇതിങ്ങനെ കേൾക്കുന്ന അവര് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾക്കും അറിയാൻ ശരിയാണ്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടത്തില്ല. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് ഉള്ളിൽ അവരുടെ മോള് ഏതോ പ്രശ്നത്തില് പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം വന്നു. അങ്ങനെ അതുപോലെ ഓപ്പോസിറ്റ് വീട്ടിലും എതിർപ്പുണ്ടായിരുന്നു. നമ്മുടെ പേരിൽ ഒത്തിരി ഇതൊക്കെ ചെയ്തു. പക്ഷെ നിനക്കെതിരായി എടുക്കുന്ന ഒരായുധവും വായിക്കലും ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമുക്കെതിരായി എടുക്കുന്ന ഒന്നും ഫലിക്കയില്ല. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട്. പക്ഷെ എനിക്കൊരു വിഷമം അന്നുണ്ടായത് എന്താന്ന് വെച്ചാൽ, എന്നെ ദൈവം ഒരു കാര്യം കാണിച്ച ഓപ്പോസിറ്റ് ഇതിലുള്ള പുള്ളിക്കാരിയെ കുറിച്ച്. ഒരു ചെറിയ പ്രായമുള്ള ഒരു സ്ത്രീയാ. അവര് ഈ മദ്രാസിലൊരു ചുമന്ന തുണിയെല്ലാം ഉടുത്തു പോകുന്ന ഒരു അമ്പലമുണ്ട്, ഒരു പെണ്ണിന്റെ പറയുന്നത് മേൽമരുവത്തൂർ എന്ന് പറയും. അപ്പൊ അവിടെ ഇവര് പോകുന്ന, പക്ഷെ അവര് നമ്മുടെ പേര് പറഞ്ഞ് ഹോമം കഴിക്കുമെന്ന് എനിക്കൊരു ഇത് കാണിച്ചു. അന്നേരം എന്നോട് ദൈവാത്മാവ് കാണിച്ചു അവരുടെ വയറ്റിൽ ഏതോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ പോയി പറഞ്ഞാൽ അവർ കേൾക്കൂല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് അവര് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്ത്രീ മരിച്ചുപോയി. അതെനിക്കൊരു വലിയ വിഷമമായി. കാരണം നമ്മൾ അവരോട് പറയാഞ്ഞത് എന്താണെന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞ അന്നേരം അംഗീകരിക്കത്തില്ലെന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ഉള്ളവരെ അങ്ങനെ ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിട്ട് 10-25 പേര്, 10-30 പേര് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിനിടെ സ്നാനപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണം. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു പ്രാർത്ഥന നടത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഹസ്ബൻഡിനോട് പറഞ്ഞ എനിക്കറിയാം പുള്ളി സ്നാനപ്പെടാൻ സമ്മതിക്കത്തില്ലെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ദൈവാത്മാവ് പറഞ്ഞത് അങ്ങ് അനുസരിച്ചു. ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അവിടെയൊക്കെ അതൊന്നും പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഫെബ്രുവരി 1998 എനിക്ക് തോന്നുന്നു ഞാൻ സ്നാനപ്പെട്ടത് 78 ഫെബ്രുവരി 14 ഞാൻ ഒരു ഡ്രസ്സ് കൂടെ എടുത്തുകൊണ്ട് പോയി സ്നാനപ്പെട്ട്. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് അറിയുന്നതിന് മുമ്പ് ഇത് ഒന്നും പറയരുത് ആരോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പുള്ളിയെ വിളിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആന്റി ഞങ്ങള് ഇത് ചെയ്ത് കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എന്നോട് പ്രാർത്ഥനയിലുള്ള ബന്ധുക്കോസുകാർക്ക് അറിയാമല്ലോ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരുടെ കാര്യം. ഒരു പ്രാവശ്യം ഇതുപോലെ സ്നാനത്തെ പറ്റി അവിടെ ഒരു പ്രസംഗം നടന്നപ്പോ എന്നോട് അവിടെയുള്ള 1-2 പേര് ചോദിച്ചു, വത്സ സ്നാനപ്പെട്ടതാ? ഞാൻ പറഞ്ഞു പിന്നെ പെട്ടതല്ലയോ, ഇത്രേ പറയത്തുള്ളൂ. പിന്നെ സബ്ജക്റ്റ് മാറ്റും. കാരണം ഒന്നും പറയാനും പറ്റില്ല, പറയാതിരിക്കാം അങ്ങനെ. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ജോലി ഇല്ലാതെ ഇനി വന്നു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എടി നീ സ്നാനപ്പെട്ടതാന്ന്? ഞാൻ പറഞ്ഞു പിന്നെ പെട്ടതല്ലയോ. അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് അങ്ങ് മാറും. അങ്ങനെ ഇരുന്ന് എന്റെ ദൈവം തക്ക സമയത്ത് ഓരോന്ന് ചെയ്യുമെന്ന് പറയുന്ന ഇതാ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇതാ. ഞാൻ ഭർത്താവ് അറിയാതെ സ്നാനപ്പെടണമെന്നല്ല പറയുന്നത്. ഓരോരുത്തരെ കൊണ്ടുവരേണ്ട ഓരോ രീതി ദൈവത്തിനെ അറിയത്തുള്ളൂ. അങ്ങനെ ജോലി ഇല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വരുമാനം എല്ലാം ബ്ലോക്ക്. കാരണം ചെന്നൈയിൽ വീട്, ഇവിടെ വീട്, ഞങ്ങളുടെ കയ്യിലിരുന്ന പൈസ എല്ലാം എനിക്ക് കിട്ടിയതും ജോയിച്ചാനും കിട്ടിയതും എല്ലാം ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ കൈ പൈസ ഇല്ല. കിട്ടുന്ന 2300 രൂപ അന്നത്തെ പെൻഷൻ, എയർഫോഴ്സിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ. അപ്പൊ എനിക്ക് ആ തീഷ്ണതയോടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ പറയും കൈ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രാർത്ഥിച്ച് ദശാംശം എടുത്ത് മാറ്റിയിട്ട് ദൈവം അത്ഭുതമായിട്ട് 1.25 വർഷം ഞങ്ങളെ നടത്തി ആന്റി. അന്നേരം ഈ പ്രയർ നടക്കും. ആ വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. 10, 25, 30 പേര്. എങ്ങനെയാണെന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും ഭക്ഷണവും കൊടുക്കും, പാസ്റ്റർമാർക്ക് കാണിക്കു കൊടുക്കും. അങ്ങനെ ഒരു അത്ഭുതം ഞാനിപ്പോ ഓർക്കും. അങ്ങനെ ദൈവം ഇപ്പോഴും നടത്തിയിരുന്നേ നല്ലതാണെന്ന് പറഞ്ഞാൽ അതേമാതിരി ദൈവം അത്ഭുതമായിട്ടാണ് നടത്തി 1.25 വർഷം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പ്രയറിന് പോകാൻ അന്നേരം പ്രയറിന് പോകുന്നതോ പ്രയർ നടത്തുന്നതിനോ ഒന്നും പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങിയ ഉടനെ ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു ഇതുപോലെ സ്നാനപ്പെട്ടത്. അപ്പൊ ഞാന് പേടിച്ച്, കാരണം ഇച്ചിരി മുൻകോപം ഉള്ളതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് പറയാതെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എനിക്ക് ശരിയായിട്ട് പ്രാർത്ഥന ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു വന്നിട്ട് എന്ന് ടെറസിന്റെ മണ്ടയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഈ ബൈബിളും എടുത്തുകൊണ്ട് ഞാൻ പോയിട്ട് പറയും, വേണ്ടേ ഈ സ്നാനത്തെ പറ്റി ഇതല്ലയോ പറയുന്നത്, കാരണം മർക്കോസ് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, ഇല്ലെങ്കിൽ ശിക്ഷാവിധിയാ. ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അന്നേരം പുള്ളിയൊന്നും മിണ്ടത്തില്ല. അങ്ങനെ ഗലാത്യ ലേഖനത്തിൽ പറയുന്നില്ല ക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. ഇങ്ങനെ ഓരോ വചനങ്ങള് പറഞ്ഞിരിക്കും. ഇതെല്ലാം കേൾക്കും.
കേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ മധ്യസ്ഥന്മാരുടെ കാര്യം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നില്ല, യേശുക്രിസ്തു ഒരുവനെ മധ്യസ്ഥനുള്ളൂ, പിന്നെ ഇതൊക്കെ തെറ്റല്ലയോ, നമ്മൾ ഇതൊക്കെ തെറ്റ, യേശുക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തന്നില്ലയോ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ദൈവാത്മാവിനോട് പറയാൻ, അപ്പൊ ദൈവം അതുവരെ ഒരു ഇത് ഒരുക്കിക്കൊണ്ടിരുന്നു എന്നുള്ളത് പറയാൻ പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞു, എന്നെ വഴക്ക് പറയും, ഞാനൊരു കാര്യം പറയാമെന്ന്. അപ്പൊ ശരി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു. ഇത് അന്ന് നീ പറഞ്ഞത് നീ നിന്റെ വഴിക്ക് പോകും, ഞാൻ എന്റെ വഴിക്കുന്ന, പക്ഷെ ഇന്ന് എനിക്കത് സത്യമാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടേ പോകത്തുള്ളൂ. അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്ക് നല്ലൊരു 1.25 വർഷം ജോലിയില്ലാതെ വന്ന് നിന്ന മനുഷ്യൻ ഒരു നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ ചെയ്തതിലൊക്കെ നല്ലൊരു ജോലി, അബുദാബിയിൽ ഒരു ജോലി. പുള്ളിക്ക് അർഹതപ്പെട്ടതല്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒത്തിരി സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. എല്ലാം ദൈവം കണ്ടു. ഇവിടെ വെച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്തു, 10 hours വർക്ക് എന്നും പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ 8 hours വർക്ക്, ഓവർ ടൈം, അക്കോമഡേഷൻ, ഫുഡ് ഫ്രീ, അങ്ങനെ നല്ലൊരു ജോലിയില് പുള്ളി 2000 മാർച്ചിൽ പുള്ളി സ്നാനപ്പെട്ടു. അത് മെയ് ആയപ്പോഴേക്ക് പുള്ളി ജോലിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഈ പ്രാർത്ഥന അന്നേരം പറഞ്ഞിട്ട് പോയതാ, ഈ പ്രാർത്ഥന ഇനി നിർത്തരുത്, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ കത്തോലിക്കയിലെ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ആരാണ്ട് പറഞ്ഞിട്ട് വന്നു, കത്തോലിക്കയിൽ പോകുന്നുണ്ടല്ലോ. അന്നേരം എന്റെ കല്യാണം കഴിച്ചത് കത്തോലിക്കയില. അപ്പൊ കത്തോലിക്ക ഒരു അച്ഛൻ ഒരു ബുക്കും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് സ്നേഹത്തോടെ, അച്ഛാ ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നു, ഒത്തിരി കഷ്ടത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾ എല്ലാരും കൂടെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, പെന്തിക്കോസ്തിൽ പോയ, നമ്മൾ ഇതുവരെ പോയിട്ടില്ല അച്ഛോ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന്. അപ്പൊ പറയാ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ അങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞിട്ട് അന്നേരം എന്റെ ആഭരണം ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് അറിയത്തുമില്ല പെന്തിക്കോസ്തിൽ പോയെന്നുള്ളത്. അത് ആഭരണം ഞാൻ ഊരിയത് ആരും എന്നോട് പറഞ്ഞിട്ടല്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ, ആന്റിയും ഞാനും കൂടി ഇതുപോലെ കുഴിത്തിന് പോയി. എന്റെ മാല വലിയൊരു മാലയാണ്, അതിന്റെ കൊളുത്തൂരി. അന്നേരം ആന്റി എന്നോട് പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമല്ല നീ ആഭരണം ഇടുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ അത് കൊളുത്ത് ഊരിയതാണ്. അങ്ങനെ ആന്റി, ഞാൻ അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഈ ആഡംബരം ഒന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒന്നൊന്നായിട്ട് ഞാൻ തന്നെ ഊരി ഓരോ ഇതും. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് മിന്നൊരു പ്രാവശ്യം താഴെ പോയി. അപ്പൊ ഇതിൽ വന്ന് ആ മാല ഊരുന്നതിന് മുമ്പ് അപ്പൊ ഞാൻ പറഞ്ഞു, മിന്നു ഇനി ഞാൻ നിന്നെ കെട്ടി, ഇനി നിനക്ക് മിന്നൊന്നും വേണ്ട. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളെ ഒരു മാല ഊരി വെച്ചാലേ പ്രശ്നമുള്ള ഇത്. അപ്പൊ ദൈവം അങ്ങനെ ഓരോ കാര്യത്തിലും ഞങ്ങളോട് കൂടെ ഇരുന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പെന്തിക്കോസ്ത് ചർച്ചിൽ ഞങ്ങളുടെ വീട്ടിൽ മീറ്റിങ്ങിന് വന്ന ഒരു ജോൺസൺ പാസ്റ്റർ എന്ന IPCയുടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററുടെ ആ ചർച്ചിലാണ് എൻ്റെ ഹസ്ബൻഡ്. കാരണം ഞാൻ തമിഴ് ചർച്ചിലാണ് സ്നാനപ്പെട്ടത്. അന്നേരം പുള്ളിക്ക് മലയാളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാസ്റ്ററുടെ ചർച്ചില് അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, പിന്നെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കത്തോലിക്ക ചർച്ചിലും പെന്തിക്കോസ്തിലും കൂടെ പോക്ക് നടക്കത്തില്ല എന്നാണ്. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ചെറുപ്പത്തിലെ ഞാൻ പോകുമ്പോൾ പെന്തിക്കോസ്ത് ചർച്ചിലും കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെ 2001 ആയപ്പോ കുഞ്ഞുങ്ങളോട് ഡാഡി ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഏത് ചർച്ചിൽ പോകുന്ന ഇഷ്ടം? അന്നേരം ഓർമ്മ ഞങ്ങൾക്ക് പെന്തിക്കോസ്തിൽ പോകുന്നത്. അങ്ങനെ അവരും 2001 സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇതിൽ വന്നിട്ട് വളരെ വർഷങ്ങൾ ആന്റി ആ പ്രയറിൽ ഒത്തിരി പേര് സ്നാനപ്പെട്ടു. അതാണ് എനിക്ക് ഒരു 70 വയസ്സുള്ള ഒരു അമ്മച്ചി കത്തോലിക്കയില് ആ പ്രയറിൽ വന്ന് സ്നാനപ്പെട്ട് ദൈവത്തെ, അവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുപോലെ ഒരു അങ്കിള്, മർത്തോമയിലെ ഒരു അങ്കിള്, അങ്ങനെ ഇരിക്കെ വീട്ടിൽ ഞാൻ ബൈബിൾ സ്റ്റഡി തുടങ്ങി. ഈ പാസ്റ്റർ വന്ന് ബൈബിൾ സ്റ്റഡി എടുക്കാൻ തുടങ്ങി. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വരാൻ തുടങ്ങി. 30-35 പേരൊക്കെ ആയി. ഞങ്ങളുടെ റൂമിൽ പറ്റാതെ 2 റൂമിൽ എഴുതിയിരിക്കും. അതിനിടയില് ഒരു മീൻ വ്യാപാരം ചെയ്യുന്ന ഒരു സ്ത്രീ വരുമായിരുന്നു. അവര് പെട്ടെന്ന് മീൻ വിട്ടിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അതുപോലെ ഒരു ലെപ്രസി, ഇപ്പോഴും ഞാൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു ലെപ്രസി, കൽവാരി ഇതെന്ന് പറഞ്ഞ അവിടുന്ന് ആ പുള്ളി വന്ന് ആ പ്രയറിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് എല്ലാവരും വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും ദൈവത്തെ അറിയുവാനും ഒരു മുഖാന്തരവാക്യത്തിന്. അങ്ങനെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളുടെ, എൻ്റെ മോളുടെ വിവാഹം, മൂത്ത മോളുടെ വിവാഹം അവിടെ തന്നെ 2009 വിവാഹം നടന്നു കഴിഞ്ഞിട്ട് അവൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അന്നേരം ഈ ഉപവാസം 21 ദിവസം, 7 ദിവസം, 5 ദിവസം എല്ലാം ഉപവാസം എടുക്കും. 21 ദിവസം ഞാൻ ഉപവാസത്തിലിരിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു, ഒരു പെൺകുഞ്ഞിനെ കാണിച്ചു. അപ്പൊ ഞാനിതൊന്നും പറയത്തില്ല, ഞാൻ എവിടെയെങ്കിലും ഡയറിയിൽ അത് എഴുതിയിട്ടേക്കും എപ്പോഴേലും, കാരണം അത് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യത്തില്ല ഞാൻ. അങ്ങനെ അവൾക്ക് 2013 കൊണ്ടൊരു പെൺകുഞ്ഞ് ദൈവം കൊടുത്തു. അവര് കുടുംബമായിട്ട് ഇപ്പം ചെന്നൈയുടെ പ്രദേശത്തുണ്ട്. 2ാമത്തെ മോൾക്ക് അതുപോലെ കല്യാണ പ്രപ്പോസലൊക്കെ വന്ന് അവൾക്ക് 2019 അവളും വിവാഹിതയായി.
അത് ഇതുപോലെ വിശ്വാസമുള്ള ഒരു അവള്. പിന്നെ ഞങ്ങള് ഈ ഇളയ മോളും മൂത്ത മോള് ഈ യൂത്ത് മീറ്റിങ്ങിലൊക്കെ വളരെ ഇൻവോൾവ് ആയിരുന്നു. ഈ പെന്തിക്കോസ്ത് ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം വീട്ടില്, കാരണം ഈ ദൂരമാണ്, ചർച്ചിൽ പോണേ കുറച്ച് ദൂരമാണ്, നമ്മുടെ ഏരിയയിലുള്ള കുറെ പിള്ളേരൊക്കെ കാണും. അങ്ങനെ ഒരു യൂത്ത് മീറ്റിംഗ് വീട്ടിൽ തുടങ്ങി. അങ്ങനെ കുറെ കുഞ്ഞുങ്ങൾ വന്ന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സിംജൻ എന്ന് പറഞ്ഞ ഒരു മകൻ ഉണ്ടായിരുന്നു, അവനിപ്പോ അമേരിക്കയിൽ അവരൊക്കെ. അങ്ങനെ അത് കുറെ നാളെ ഇങ്ങനെ നടത്തി കഴിഞ്ഞു. ബൈബിൾ സ്റ്റഡി നടത്താൻ തുടങ്ങി. അതും കുറെ നാൾ. അന്നൊന്നും ഈ സഭയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയും ബൈബിൾ സ്റ്റഡിയും ഒന്നുമില്ല, അത് കഴിഞ്ഞാ തുടങ്ങിയത്. അപ്പൊ ഞാൻ ഈ സഭയിൽ ചെല്ലുമ്പോൾ ഞാൻ പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. കാരണം പാസ്റ്ററെ, എനിക്ക് തന്നേക്കുന്ന ഒരു ഇതാണ് ഈ പ്രയർ. അതെന്നേരം സിസ്റ്റർ ആരെ വേണേലും വിളിച്ച് നടത്തിക്കോളാൻ പറയും. കാരണം അല്ലെങ്കിൽ ചെന്ന് കഴിയുമ്പോ പിന്നെ നടത്തരുതെന്നുള്ള ഇത് വരാതിരിക്കാൻ. അങ്ങനെ ഞാൻ ഏകദേശം ഇത് ഈ കൊറോണ സമയം വരെയും ഈ പ്രാർത്ഥന അങ്ങനെ നടന്നു. പല പാസ്റ്റർമാർ വന്ന്. അപ്പൊ ഓരോരുത്തർ വരുമ്പോഴും ഈ പ്രാർത്ഥന എല്ലാവർക്കും അങ്ങൊരു താല്പര്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വലിയ വലിയ ദേവദാസന്മാർ ചർച്ച വരും, പാസ്റ്റർ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രാർത്ഥന നടന്നു. അനേകർക്ക് അതൊരു ബ്ലെസ്സിങ് ആയി. എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ആ പ്രയറിൽ വന്ന് അന്ന് പ്രാർത്ഥിക്കാൻ പോലും ഇത് ചെയ്യാത്ത സഹോദരികൾ വന്നിട്ട് ഇന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്നവരുണ്ട്. പാസ്റ്റർമാരായിട്ടിരിക്കുന്ന ദേവദാസന്മാരുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ഇതിൽ വന്നിട്ട് ദൈവത്തെ അറിഞ്ഞ ഒരു ഇതെന്ന്. അങ്ങനെ അനേകരെ ദൈവം വിളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ 2019 കഴിഞ്ഞപ്പം ഞാന് 2020 ആയപ്പോഴേ ഞാന് എന്റെ ലെഫ്റ്റ് ബ്രസ്റ്റില് ഒരു ചെറിയ ഞൊണല് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞൊണല് പോലെ ഉണ്ടായിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ അതിന് മുന്നേ ഒരു കാര്യം, എന്റെ വീട്ടിൽ ജോലി ചെയ്ത ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു ഹിന്ദു സഹോദരിയാ, സരസമ്മ എന്ന് പറയും. അപ്പൊ ഒരു ദിവസം അവരെന്നോട് വന്ന് പറഞ്ഞു, അക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു എന്താന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എനിക്ക് ക്യാൻസറാ, യൂട്രസ് ക്യാൻസറാ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, നീ യേശു സുഖം തരുന്നു വിശ്വസിച്ചാൽ നിനക്ക് സുഖം കിട്ടും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് അവർക്കൊന്നും സുഖമായില്ല. അവർ വീണ്ടും എന്ത് ചെയ്യുന്നു, മൈസൂരിൽ അവരുടെ വില്ലേജിൽ പോയിട്ട് മന്ത്രവാദവും ഒക്കെ ചെയ്ത് ഇവർ ഭയങ്കര സീരിയസ് ആയി. അങ്ങനെ സ്മെല്ല് വരാൻ തുടങ്ങി, അവർക്ക് ഭക്ഷണം കഴിക്കാൻ മേലാതായി. വീണ്ടും വന്നിട്ട് പറഞ്ഞു, അക്ക ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു നിനക്ക് സുഖം തരും, നീ വിശ്വസിച്ചാൽ നിനക്ക് സുഖം കിട്ടും. ദൈവത്തിന്റെ കൃപയാൽ ദൈവം അവർക്ക് സുഖം കൊടുത്തു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് ബിരിയാണി കഴിക്കുക, അനേകരോട് സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആ സ്ത്രീ. അതുപോലെ തന്നെ എന്റെ വീട്ടിലൊരു പെയിന്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ വന്നു. അവന് ഇച്ചിരി മന്ത്രമൊക്കെ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയുടെ ഭർത്താവാ. അവള് രക്ഷിക്കപ്പെട്ട, ഇവൻ രക്ഷിക്കപ്പെടാത്ത. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മന്ത്രവാദി രക്ഷിക്കപ്പെട്ട കാസറ്റ്, എന്റെ അങ്ങനെ പല കാസറ്റുകൾ അന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഇട്ട് ഉപയോഗിക്കും, പെയിന്റ് ചെയ്യും. ഇവൻ ഒരു പെയിന്റ് ചെയ്യുകയും ഞാനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടാമത്തെ ദിവസം പെയിന്റ് ചെയ്ത്, മൂന്നാമത്തെ ദിവസം പെയിന്റ് ചെയ്തപ്പോൾ അവള് പറയും, എനിക്ക് അവിടെ നിന്ന് പെയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഈ കാസറ്റ് ഒക്കെ ഇട്ട് ആന്റി പ്രാർത്ഥിച്ചു അതൊക്കെ പുറത്തോട്ട് നടക്കുന്നു, എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു വീട്ടിൽ പോയി. ഉള്ളിലൂടെയിൽ അവനും ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കുന്നു. അങ്ങനെ കാരണം വീട്ടിൽ ജോലി ചെയ്ത്, എനിക്ക് ജോലി ചെയ്ത അനേകരുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാന് അതുവഴി ഞാൻ ആ വീട് പിന്നെ ഞാൻ അങ്ങ് വിറ്റു. അതുവഴി ഞാൻ കടന്നു പോകുമ്പോൾ ലാസ്റ്റിൽ എന്റെ വീട്ടിൽ ജോലി ചെയ്ത ഒരു സഹോദരി വന്നു പറഞ്ഞു, അക്ക ഞാനും നിങ്ങളുടെ ഇതിൽ ചേർന്ന, ഞാൻ അവളും പെന്തിക്കോസ്തിൽ വന്നെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ. അവളും കാരണം അന്നേരം നമ്മൾ ആ വിതച്ചത് അവിടെ ഇതിന് ചെയ്യുന്നത് ഒരിക്കലും അത് വൃഥാവായി പോകത്തില്ല. കാരണം നമ്മള് പലപ്പോഴും എന്റെ വീട്ടിലാണേലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു രീതിയുണ്ട്. എന്റെ ഹസ്ബൻഡ് കടന്നു വരാൻ മെയിനായിട്ട് കാരണം ഞങ്ങൾക്കൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് 7 മണിയാകുമ്പോൾ ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ ഇരിക്കണമെന്നുള്ള. ഇൻ കേസ് ഡാഡി വന്നപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലും വെളിയിൽ പോയി, ഞങ്ങൾ ആ സമയത്ത് 7 മണിക്ക് എത്തിയില്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള അവിടുത്തെ രീതി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെളിയിൽ പോയിട്ട് കുഞ്ഞുങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഡാഡി പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നീ അല്ലേ ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളൊരു ഇത് എടുത്തു കഴിയുമ്പോഴേ അത് കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ, അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ വിശ്വാസിയുടെ നല്ല നടപ്പ് കണ്ട് വിശ്വാസത്തിലുണ്ട്. അതേപോലെ തിരിച്ചു അവിശ്വാസിയ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ നടക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മളൊരു ക്രമീകരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമ്മുടെ മിടുക്ക് സാമർഥ്യം ഒന്നല്ല, ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെ ദൈവത്തിലേക്ക് ഇത് ചെയ്യണമെന്നുള്ള ദൈവം നമ്മളെ കാണിച്ചു തരും. അത് കണ്ട് മറ്റുള്ളവരെ വിശ്വാസത്തിൽ കടന്നു വരും. അങ്ങനെ ഞാൻ ഡൽഹിയിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലയോ, ഒരു സായിപ്പൻ പുള്ളി അന്നേരം എല്ലാവർക്കും അറിയാം ഞാൻ ഈ ഉപവാസം എടുക്കും. അന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞാല് അത് ഞാൻ പറഞ്ഞില്ല. അന്നത്തെ ഉപവാസം ലഞ്ച് ടൈം ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇച്ചിരി നേരം ബൈബിൾ വായിക്കുക, അതോടെ തീർന്നു. മദ്രാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആന്റോണിയ ചർച്ച് ഉണ്ട്, അവിടെ ഉച്ച സമയത്ത് പോയി പ്രാർത്ഥിക്കുക. എന്നാലും എന്റെ വിചാരം എന്തോ, ഞാൻ വലിയൊരു ഭക്തയാണ്, എന്നെ ആരിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ദൈവം കൊടുക്കും, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. നല്ല ഡിഫറെന്റ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും
അല്ലാത്തുള്ള ഡിഫറൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ അവരോട് ക്ഷമിക്കണമേ. അതാണ് നമ്മുടെ വ്യത്യാസം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള വ്യത്യാസം. അങ്ങനെ ഒത്തിരി വ്യത്യാസം. ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നി ഇതൊക്കെ നമ്മൾ തെറ്റാണോ തെറ്റല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്റെ ചെറിയ വയസ്സിൽ എനിക്ക് ഒരു കൊച്ചു ഒരു 10-11 വയസ്സ് കാണുമെന്ന് തോന്നുന്നു. ഞാൻ ഞങ്ങളുടെ അവിടുന്ന് ജംഗ്ഷനിലോട്ട്, വീട്ടിൽ നിന്ന് ജംഗ്ഷനിലോട്ട് വരുന്നിടത്ത് എനിക്കൊരു 15 രൂപയാന്ന് തോന്നുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പാ കളഞ്ഞു കിട്ടിയ ആന്റി. ഞാനത് തിരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ തേടി വരുന്നു. എനിക്കിപ്പോഴും ആ മനുഷ്യന്റെ മുഖമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഓരോന്ന് ദൈവത്തെ ഇതിന്റെ സന്നിധിയിൽ ഇരുന്ന് ഇത് ഇത് ഏറ്റു പറഞ്ഞ് ഇതേ ഇരുന്നോണ്ടേ ഇത് ദൈവം എന്നെ കാണിച്ചു. അപ്പൊ നമ്മൾ ആരും ചിന്തിക്കുന്ന പോലുമില്ല അതൊരു പാവമാണ്, നമ്മളിങ്ങനെ എടുത്തതല്ല, നമുക്ക് കിട്ടിയത്. അപ്പൊ അത്ര ചെറിയ ചെറിയ മൈനർ കാര്യം പോലും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും എന്നുള്ളത്, ദൈവം നമ്മളെ കാണിക്കും. അപ്പോഴാണ് നമ്മുടെ ആ പാപബോധം നമുക്ക് വന്ന്. അങ്ങനെ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ദൈവത്തിലേക്ക് അടുത്ത സമയത്ത്. അതിന് മുൻപ് നമ്മൾ പല വിധത്തിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ കാണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 2000-ൽ ഞങ്ങള് ചെന്നൈക്ക്, കാരണം കുഞ്ഞുങ്ങളുടെ രണ്ടിന്റെ 19 കല്യാണം കഴിഞ്ഞു. അവള് മോളും അവിടെ ഫ്ലാറ്റൊക്കെ മേടിച്ച് താമസിക്കും. അപ്പൊ ഞങ്ങൾ ഈ വീട് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ വന്ന് താമസിക്കണം വലിയൊരു ആഗ്രഹം. എന്താ പറഞ്ഞാൽ ഞാൻ 78 നാട്ടിൽ നിന്ന് പോയതാ. എന്റെ ഹസ്ബൻഡ് 78 പോയത്. അപ്പം 72 പുള്ളി പോയി, 78 ഞാൻ പോയി. അപ്പൊ നമുക്ക് നാടോട് ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് നാട്ടിലൊന്ന് വന്ന് താമസിക്കണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങളെ 2000-ല് നാട്ടിൽ വന്ന ആന്റി. അപ്പൊ ഞാൻ വരുമ്പോഴേ എന്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ മുഖക്കുരു പോലെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം 2023 ആയപ്പോഴേ എന്റെ സിസ്റ്ററിലോ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, മുട്ട് മാറ്റി വെക്കാൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് മനസ്സിൽ തോന്നി ഇതൊന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞു, സ്കാൻ എടുത്തിട്ട്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞു, മക്കളെ ഇതുപോലെ മമ്മിക്ക് ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞു, മമ്മി അവിടെ കാണിക്കണ്ട, ഞങ്ങൾ രണ്ടും കൂടെ ഇഞ്ഞു പോരാൻ പറഞ്ഞു. സിസ്റ്റർ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ പരിചയമുള്ള ഒരു ഹോസ്പിറ്റലും ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ആന്റിയോട് ഇഞ്ഞു വരാൻ പറയും, ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന്. നോക്കിയപ്പോ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ലെഫ്റ്റ് സൈഡില്. അപ്പം മക്കൾക്ക് വലിയൊരു വിഷമം, കാരണം മമ്മിക്ക് ക്യാൻസർ. എനിക്ക് ഭയങ്കര ധൈര്യം സിസ്റ്റർ, ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴെ പോകില്ലെന്ന് ആ വിശ്വാസം എനിക്ക് എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അല്പം പോലും ഭാരമില്ലായിരുന്നു. അത്രമാത്രം ദൈവം എന്നെ ബലപ്പെടുത്തി. ഗോഡ് സ്ട്രെങ്തൻ മീ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ ഇവര് CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുക്കുമ്പോൾ ഉണ്ട് സിസ്റ്ററെ, എനിക്ക് വേറൊരു ക്യാൻസർ ലങ്സില്, ബ്രസ്റ്റ് ക്യാൻസർ കൂടാതെ വേറൊരു ക്യാൻസർ ലങ്സില്. അപ്പൊ അത് പിള്ളേർ എന്നോട് പറഞ്ഞില്ല, മക്കള് പറഞ്ഞില്ല, കാരണം അവര് വിചാരിച്ചു മമ്മിക്ക് കൂടുതൽ ടെൻഷൻ ആവുമെന്ന്. അപ്പം ഡോക്ടർ ചോദിച്ചു മമ്മിയോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ല. അപ്പൊ ടെൽഹർന്ന് പറഞ്ഞു നോ പ്രോബ്ലം, ഷീസ് വെരി സ്ട്രോങ് എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. അന്നേരം എന്റെ വിശ്വാസം ഏതാ, ദൈവം അറിയാതെ നമുക്ക്, ഞാൻ ഇന്ന് മരിച്ചാലും ദൈവനിശ്ചയമാണ്. നമ്മൾ ആരും നിരന്തരമായിട്ട് വിടുള്ളൂ. ആ ഒരു ഇതിൽ ഞാൻ പിള്ളേരോട്, നമ്മെ 65 വർഷക്കാലം ദൈവം അത്ഭുതമായിട്ട് നടത്തി. ഒരു അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുക, നമ്മൾ അതേക്കുറിച്ച് ടെൻഷൻ പിടിക്കേണ്ട, ദൈവം നമുക്ക് എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അതേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരും ബലപ്പെട്ടു. ഞാന് ഓപ്പറേഷന് ഡോക്ടർ പറഞ്ഞു 9 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. ഒരേ സൈഡ് ആയതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പൊ ശരിയെന്നും പറഞ്ഞ ഓപ്പറേഷൻ തുടങ്ങി. 2 ദിവസം ICU കിടക്കണമെന്ന് പറഞ്ഞു. ശരി, ഓപ്പറേഷൻ എന്റെ സിസ്റ്ററെ വിതിൻ 5.5 hours ഓപ്പറേഷൻ സക്സസ് ആയിട്ട് 2 ഓപ്പറേഷനും മുടിഞ്ഞ് ഒരു ദിവസം പോലും ICU കിടക്കാതെ നെക്സ്റ്റ് ഡേ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ സെക്കൻഡ് ഒപ്പീനിയന് അപ്പോളോയിലെ ഡോക്ടർക്ക് അടുത്ത് പോയപ്പോ അവര് പറഞ്ഞു ഈ ലങ്സിലെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. കാരണം ദൈവം ചെയ്യുന്ന എല്ലാത്തിലും ഒരു ഇതുണ്ട്, നമുക്കറിയില്ല. ഒരു പക്ഷേ ബ്രസ്റ്റിലെ ഞാൻ നേരത്തെ അത് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ഈ ലങ്സ് അറിയാതെ പോയി. അപ്പൊ അത് ഒരു ഇതില് അങ്ങനെ ദൈവം അവിടെ അത്ഭുതം ചെയ്ത് ദൈവം എനിക്ക്, കാരണം കീമോ എടുക്കണമെന്ന് പറഞ്ഞു. കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു സാധാരണ എല്ലാവർക്കും ഭയങ്കര ടയേർഡാവും, വോമിറ്റിംഗ് സെൻസേഷൻ കാണും, ബ്ലഡ് കൗണ്ട് കുറയുന്നൊക്കെ. ദൈവത്തിന്റെ കൃപയാൽ എനിക്കൊരു കീമോ എടുത്തതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ ദൈവം എന്നെ അത്ഭുതമായിട്ട് നടത്തി. ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഏകദേശം ഇപ്പം അത് കഴിഞ്ഞ് റേഡിയേഷൻ രണ്ടും കൂടെ, ആദ്യം റേഡിയേഷൻ വേണമെന്ന് 16 റേഡിയേഷൻ വേണമെന്ന്, അന്നേരം പറഞ്ഞ സൈഡ് എഫക്റ്റ് കാണും. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് യാതൊരുമായ സൈഡ് എഫക്റ്റും ഇല്ല. ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. ദൈവത്തിന് വലിയൊരു ധൈര്യം. കാരണം നമ്മൾ എപ്പോഴും ഭാരപ്പെടുന്നത്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചോളൂ, ഞാൻ നിന്നെ പുലർത്താൻ ദൈവം പറഞ്ഞ വചനം.
എനിക്ക് ഭാരമൊന്നുമില്ലാന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധി എന്ത് വന്നാലും ദൈവം അറിയാതില്ല, ആ ഒരു വിശ്വാസം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ധൈര്യമായി. അങ്ങനെ ദൈവം അത്ഭുതമായിട്ട് എന്നെ ഒരു രോഗത്തിൽ നിന്ന്, വലിയൊരു രോഗത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇത്രത്തോളം സഹായിച്ചു. ഞങ്ങൾ ഓരോ നാളും ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായി തീരേണ്ടതിനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുപോലെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം, കാരണം ഇത് നമ്മുടെ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഓൺലൈൻ പ്രെയർ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ആ പ്രെയർ, കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ആൾക്കാർ, അവരുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്തുമാത്രം ദൈവം നമ്മളെ അതിശയമായിട്ട് നടന്നു. ഓരോ വിഷയങ്ങൾ, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്തുമാത്രം, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ തക്കണം ദൈവം എന്നെ ഓരോ നാളും ബലപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് നിർമൂലമാകാതിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി, ഇനിയിപ്പോ എന്റെ സഹോദരങ്ങളില് എന്റെ ഒരു സഹോദരൻ വിശ്വാസത്തിൽ വന്ന് കുടുംബമായിട്ട്, വേറെ ഒരു സഹോദരി വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു സഹോദരിയും കുടുംബവും ഇനി ബാക്കിയുള്ളവരും, കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന കർത്താവായ നിന്റെ കുടുംബത്തിലുള്ള ഒരുത്തർ പോലും നഷ്ടപ്പെടാതെ വേണം ദൈവം എല്ലാവരെയും വിശ്വാസത്തിൽ കൊണ്ടുവന്ന്, ആ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം നമ്മളെ ഈ ദൈവത്തെ ഉപയോഗിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ബലം, പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഒരു ബലമാണ്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ, മരണത്തിൻ്റെതായ അവസ്ഥകൾ, ക്യാൻസർ, കീമോ എന്നൊക്കെ, ലങ്സിലുള്ള ക്യാൻസർ, ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ ഭയപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം, ദൈവത്തിൽ ആഴത്തിൽ വേരൂന്നിയ, കർത്താവ് അറിയാതെ തലയിൽ ഒരു മുടി പോലും പൊഴിയുകയില്ലെന്നുള്ളതായ ഒരു ആഴമേറിയ വിശ്വാസം പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നു. അത് വലിയൊരു ബലമായി തീർന്നു. കീമോ എടുത്തപ്പോഴൊന്നും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ദൈവം നടത്തി. കർത്താവ് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പറ്റി നിൽക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് വലിയ ബലവും ശക്തിയും പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു വലിയ ശക്തി ദൈവം നമ്മളിൽ പകർന്നു തരുമെന്നുള്ളതാണ്. ഒരുപാട് പേര് ക്യാൻസറിൻ്റെതായ അസ്വസ്ഥതകളാലൊക്കെ ഭാരപ്പെടുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഭയം അവരെ അലട്ടിയും. കൂടുതൽ ഇതിനും ഭയമാണ് സിസ്റ്ററെ. കാരണം ഭയപ്പെടരുത്. ദൈവം നമുക്ക്, ദൈവത്തിൽ ആ ഉറച്ച വിശ്വാസം മതി. മനുഷ്യനെല്ലാം ഒരു ദിവസം പോകേണ്ട, എന്നാൽ ദൈവത്തിലെ ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും. അതെ, ഭയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചാൽ ഞാൻ എവിടെ ചെല്ലും? ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ മനുഷ്യനീ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ദൈവം പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. അല്ലാത്തപ്പോൾ മനുഷ്യന് ആരോഗ്യത്തോടെ നടക്കുമ്പോൾ ഇതൊന്നും എന്തോ ചെയ്യത്തില്ല, ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇതുപോലുള്ള പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പം ഏത് മനുഷ്യനും എന്തോ ഭാവി അതിനെക്കുറിച്ചൊക്കെ ഓർക്കും. മരണശേഷം നമ്മുടെ ആത്മാവ് ഇവിടെ ചെല്ലും എന്നുള്ളതായ ഒരു തോന്നൽ. കാരണം എല്ലാ മനുഷ്യർക്കും അറിയാം സ്വർഗമുണ്ട്, നരകമുണ്ടെന്നൊക്കെ. എന്നാൽ മരണത്തിന് ശേഷം ഞാൻ എവിടെ എത്തിച്ചേരും എന്നുള്ളതായ ഒരു ചിന്ത മനുഷ്യനെ ആ സമയത്താണ് ഭരിക്കുന്നത്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനറിയാം, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ എൻ്റെ മരണശേഷവും ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ തന്നെ ആയിരിക്കുമെന്ന്. ആ ഒരു വിശ്വാസവും ആ ഒരു ദൈവവുമായിട്ട് നടക്കാത്ത, ദൈവവുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ നമുക്ക് പിന്നെ ഭയവും ഭീതിയും ഒക്കെ നമ്മളെ എന്തോ ചെയ്യും? അലട്ടും. രോഗത്തിന് നാം അടിമപ്പെടുമ്പോൾ ഭയം നമ്മളെ അലട്ടും. എന്നാൽ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം, പ്രാർത്ഥനയിലൂടെ, എപ്പോഴും പ്രാർത്ഥനയിലൂടെയാണല്ലോ ദൈവത്തോട് അടുക്കുന്നത് നാം. അപ്പം ആ ദൈവത്തോടടുക്കുന്ന ഒരു പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് ആ ദൈവിക ശക്തി നമ്മളിൽ കടന്നു വന്ന് നമ്മുടെ ഭയത്തെയും ഭീരുത്വത്തെയും ഒക്കെ നമുക്ക് മാറുവാനിടയായിത്തീരും. അങ്ങനെ സിസ്റ്ററിന് കർത്താവ് അങ്ങനെ ഒരു വലിയ ശക്തി പകർന്നു തന്നു. ക്യാൻസറാന്ന് കേട്ടിട്ടും ഭയം വെട്ടില്ല, കീമോയാണെന്ന് കേട്ടിട്ടും ഭയപ്പെട്ടില്ല, ഒന്നും ഭയപ്പെട്ടിട്ടില്ല. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോട് പിന്നെയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇതുപോലെ കഷ്ടപ്പെടുന്ന അനേകർ കേൾവിക്കാർ ഉണ്ട്. അവർക്ക് കർത്താവ് ഈ ഒരു സാക്ഷി ഒരു ബലമായി തീരട്ടെ. ഇതിനകത്തോടുള്ള വാക്കുകൾ അവരെ ആശ്വസിപ്പിക്കുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു ഒക്കെ ആയി തീരട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയമായിരുന്നതിന് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനി അനേകർക്ക് ദൈവദാസി ഒരു അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു സിസ്റ്ററെ.
ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു അതായി സമയത്തിനായി കൊടാനുകൂടി നന്ദി കരയേറ്റുന്നു കർത്താവേ. ഇങ്ങനെ ഒരു അവസരം അടിയന് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത് അനേകർക്ക് അനുഗ്രഹമായി അനേകർക്ക് വിശ്വാസത്തിൽ ബലപ്പെടുവാൻ തക്കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ കൃപയൊന്നു മാത്രമാണ് കർത്താവേ. ഞങ്ങൾക്ക് പുകഴ്ച പറയുവാനോ ശ്രേഷ്ഠത പറയുന്ന ഈ ഭൂമിയിൽ ഒന്നുമില്ല കർത്താവേ. പ്രശംസിക്കുന്നവൻ ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന ദൈവത്തിൽ മാത്രം കർത്താവേ. അങ്ങേത നന്മകളോർത്ത് അങ്ങേത കൃപകളോർത്ത് ഞങ്ങൾ പ്രശംസിക്കുവാൻ തക്കൊണ്ട് ഇടയാക്കണമേ കർത്താവേ. ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. എന്റെ അപ്പച്ചന്റെ വിടുവിക്കുന്ന കര ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനെ യേശുവായിരിക്കാൻ സ്തോത്രം കർത്താവേ. അവിടുത്തെ അടിപ്പിണറാൻ ഞങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കാൻ സ്തോത്രം കർത്താവേ. അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കർത്താവേ ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ. സർവ്വവല്ലമയുടെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് ശാപങ്ങളും രോഗങ്ങളും കർത്താവേ കണ്ടുവാരി കുറിച്ച് തീർത്തല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. മാനവജാതിയുടെ വിടുതലിന് വേണ്ടി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. കൽവാരി ക്രൂശിന്റെ രക്തം കർത്താവേ അത് വിശ്വസിക്കുവാൻ ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. എന്റെ അപ്പച്ചൻ പ്രാർത്ഥന കേട്ട അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിശേഷമായി കർത്താവേ ഈ ജോയ്സ് ടിവിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൽ ആയിരിക്കുന്ന കർത്താവേ ആന്റിക്ക് അങ്കിളിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിൽ കടന്നു വരുന്ന ഓരോ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓരോരുത്തരുടെയും സാക്ഷ്യം കർത്താവേ അനേകർക്ക് കർത്താവേ വിടുതലായി തീരുവാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ചൻ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി കരയേറ്റുന്നു. മാനവും മഹത്വത്തോടത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.